എല്ലാവരൊക്കെ ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കല്ലേ? നമസ്കാരം. 3 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നവർ, സാധാരണക്കാർ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട്. അതായത് ഒരു റീൽസൊക്കെ കാണുമ്പോൾ വാടാ നമുക്ക് അൽഫാം മന്തി കഴിക്കാൻ പോവാന്ന് പറയുന്നൊരു ഫ്രണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. ആളൊന്ന് മെൻഷൻ ചെയ്തേക്ക്. എവിടെയെങ്കിലും ഫുഡിൻ്റെ എന്തെങ്കിലും നല്ല ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ തേടി തെരഞ്ഞു പോയി കഴിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ചിലവർ നന്നായിട്ട് ഡാൻസ് കളിക്കും, ചിലവർ നന്നായിട്ട് ചിത്രം വരയ്ക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത പാട്ട് പാടുന്നവരെ കംപ്ലീറ്റ് ഗേൾസ് അവരുടെ കൂടെ ആയിരിക്കും. നമുക്ക് മാത്രം എന്താണ് ഒരു കഴിവില്ലാത്തതെന്നാണ് ആലോചിക്കുക. വീട്ടിൽ പോയാൽ ഉമ്മ പറയും നിന്നെ കൊണ്ട് തിന്നാൽ മാത്രമേ സഹിക്കുള്ളൂ എന്ന്. ഞാനത് അങ്ങോട്ട് സീരിയസ് ആക്കിയിട്ടെടുത്ത്. ഈ ഭക്ഷണം അറിഞ്ഞ് കഴിക്കുക എന്ന് പറയുന്നതും ഒരു കഴിവാണല്ലോ. മൈ നെയിം ഈസ് ഉമ്മർ സാബു, AK ഫുഡ് ഹണ്ടർ സാബു. ഐ ആം എ പ്രൊഫഷണൽ ഈറ്റർ. ഈ 3rd കാറ്റഗറി എന്ന് പറയുന്നത് ഞങ്ങളാണ്, ഫുഡ് വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഫുഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അതായത് തിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. വി ആർ ഏണിങ് ഔട്ട് ഓഫ് ഇറ്റ്. തൃശ്ശൂർ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. നമ്മളെ PC തോമസ് സാറിൻ്റെ അവിടെയാണ് 2007. അപ്പോൾ അവിടെ ഈ ഹോസ്റ്റലിൽ പോയി നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഹോംലി ഫുഡ് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക. ഈവനിങ് ഒരു 1 hour പുറത്തിറങ്ങാൻ പറ്റും. ആ പുറത്തിറങ്ങുന്ന സമയത്ത് കയ്യിലൊന്ന് പൈസയും കുറവായിരിക്കും. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഹോസ്റ്റലിൽ ഇങ്ങനെ നടന്ന് ഓരോ ചെറിയ ഇടവഴി കൂടിയൊക്കെ പോയി ഓരോ കുഞ്ഞു കടകൾ ട്രൈ ചെയ്യും. അതായിരുന്നു ഫുഡ് ഹണ്ടിൻ്റെ ഒരു തുടക്കം. ഇങ്ങനെ തിന്ന് നടന്നുകൊണ്ട് തന്നെ മെഡിസിൻ എൻട്രൻസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ എന്നാൽ പിന്നെ എഞ്ചിനീയറിങ്ങിന് പോകാൻ തീരുമാനിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ. അതിൽ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് കിട്ടിയ കോളേജ് എൻ്റെ പാലക്കാട്, എൻ്റെ നാട്ടിൽ തന്നെയുള്ളൊരു കോളേജാണ്. അപ്പോൾ വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു, ഇതിനേക്കാൾ നല്ല കോളേജ് കൊച്ചിയിൽ വേറെ കോളേജ് ഉണ്ട്. എൻ്റെ ഉദ്ദേശം പോയി തിന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനേക്കാൾ താഴെയുള്ളൊരു കോളേജിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തിട്ട് കൊച്ചിയിലോട്ട് പോകുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഹോസ്റ്റലിലേക്ക് എത്തി. ഫസ്റ്റ് വീക്കെൻഡ് ആകുമ്പോൾ എല്ലാവരും എന്തായിരിക്കും, വീട്ടിലേക്ക് എങ്ങനെയും പോവാന്നുള്ള നമ്മളെ ക്ലാസ്സിൽ പോലും ശ്രദ്ധിക്കാണ്ട് എല്ലാവരുടെ ചിന്തയും അതായിരിക്കും. പക്ഷെ ഞാൻ ചെയ്തത് ഫസ്റ്റ് വീക്കെൻഡ് ആയപ്പോൾ ഹോസ്റ്റലിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്ത്, എന്നിട്ട് രാവിലെ ഒരു ബസ് എടുത്ത് എറണാകുളം ബോട്ട് പോയി. അവിടുന്ന് അതുവരെ കേട്ടറിഞ്ഞ കായ്ക്കാൻ്റെ ബിരിയാണിയും ഹനീഫ്ക്കയുടെ ഇറച്ചിച്ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ കോളേജിലെ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് ആയിരുമ്പോൾ കുറേ ഉണ്ടെന്ന് വിചാരിക്കണ്ട, വൈഫോടെ ഇരിക്കുന്നുണ്ട്, വീട്ടിൽ കയറ്റൂല. അപ്പോൾ ആള് ഫസ്റ്റ് ഡേറ്റിന് കൊണ്ടുവന്നത് എന്നോട് CCD പോകാമെന്ന് പറഞ്ഞു. എനിക്ക് CCD എന്താണെന്ന് അറിയില്ല. പിന്നെയാണത് കഫേ കോഫി ഡേ എന്ന് പറഞ്ഞു. ഈ പാലക്കാട് ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് എന്ത് ക്യാപ്പുച്ചീനോ, നമ്മൾ ഈ ബ്രൂ കോഫി അല്ലെങ്കിൽ ഫിൽറ്റർ കോഫിക്കുള്ള അറിയാം. അപ്പോൾ സംഭവം ഗേൾ ഫ്രണ്ട് തേച്ചു, എന്നാലും ക്യാപ്പുച്ചീനോനെ കൂടെ കൂട്ടി. ഞാൻ ഈ ക്യാപ്പുച്ചിനോ അല്ലെങ്കിൽ അതുപോലെ അതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോഫി ബ്രൂ ചെയ്യുന്നൊരു കോഴ്സ് പഠിക്കാൻ നെക്സ്റ്റ് വീക്ക് ബാംഗ്ലൂർ പോകാൻ നിൽക്കുകയാണ്. അതായത് ഈ TEDx സ്പീച്ച് വരുമ്പോഴേക്കും അന്ന് ക്യാപ്പുച്ചീന എന്താണെന്ന് അറിയാത്ത ഒരാൾ ഇതിലും സ്പെഷ്യാലിറ്റി കോഫി ബ്രൂ ചെയ്യുന്ന ഒരു സർട്ടിഫൈഡ് ബാരിസ്റ്റ ആയിട്ടുണ്ടാവും. എൻ്റെ ഈ ഫുഡ് തോട്ട്സിനെ ഭയങ്കരമായിട്ട് ഇതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തത് കൊച്ചിയാണ്. നമുക്കൊക്കെ അറിയാം, കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഫുഡിൻ്റെ റെവല്യൂഷൻ നടക്കുന്നത്. ഈ കഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബാക്കി പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടും വീട്ടുകാരറിയാതെ ഞാനൊരു 3 star ഹോട്ടലിൽ ഔട്ട്ഡോർ കേറ്ററിങ്ങിന് പോകും. ആ പോകുമ്പോഴാണ് ആദ്യമായിട്ടൊരു സ്റ്റാർ ഹോട്ടലിൻ്റെ കിച്ചൺ കാണുന്നതും നമുക്ക് പേര് പോലും അറിയാത്ത ഇത്രയധികം ഡിഷ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നതും. അത് ഒരു ഭയങ്കര ഇൻസൈറ്റാണ് എനിക്ക് തന്നത്, ഭക്ഷണത്തെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ. ഈ വ്ളോഗിങ്ങിലോട്ട് വളരെ ആകസ്മികമായിട്ടാണ് പിന്നെ എത്തുന്നത്. എൻ്റെ ഈ ഫുഡിനുള്ള താല്പര്യമൊക്കെ എൻ്റെ ഫ്രണ്ട്സിനറിയാം. അങ്ങനെ അവരാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം കാണിച്ചു തരുന്നത്. എനിക്ക് അത്ര ഇൻസ്റ്റയൊന്നും അറിയില്ല. അങ്ങനെ ഈ ഫുഡിൻ്റെ ഫോട്ടോസും വീഡിയോസും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇൻസ്റ്റ എടുക്കുന്നത്. അതിൽ നമ്മൾ റാൻഡായിട്ട് എല്ലാം പോസ്റ്റ് ചെയ്യും. എൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യും, നമ്മൾ ബീച്ചും പട്ടിക്കുട്ടിയും ഒക്കെ എല്ലാം പോസ്റ്റ് ചെയ്യും. പക്ഷെ ഒരു സാഡ് റിയാലിറ്റി റിയലൈസ് ചെയ്തത് ഇച്ചിരി കഴിഞ്ഞിട്ടാണ്. എൻ്റെ ഫോട്ടോനേക്കാൾ കൂടുതൽ ലൈക്ക് പൊറോട്ടക്കും ബീഫിനുമാണ്. അപ്പം എന്നാ തോന്നി ആളുകളുടെ താല്പര്യം അതാണെങ്കിൽ നമുക്ക് താല്പര്യമുള്ളത് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഫുഡ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. വീട്ടുകാർക്ക് നല്ല എതിർപ്പായിരുന്നു. കാരണം ഉള്ളൊരു ബിസിനസ് നോക്കാണ്ട്, പഠിക്കാനും ഉഴപ്പി, എന്നിട്ട് പിന്നെ ഒരു ബിസിനസ് വാങ്ങിയിട്ട് അതും നോക്കാണ്ട് ഈ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വേണ്ടി തിന്നാൻ വേണ്ടി നടക്കുക. അങ്ങനെ ഞങ്ങളും ഇച്ചിരി മലപ്പുറം ബോർഡറാണ്. അപ്പോൾ അങ്ങനെ തിന്നാൻ വേണ്ടി നടക്കുന്നത് ഇതന്നെ നമ്മുടെ പരിപാടി. അതുമാത്രമല്ല, ഇതിന് ട്രാവൽ ചെയ്യാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും നല്ല പൈസ ചിലവുണ്ട്. അന്നൊന്നും ഇതിന്നൊരു റവന്യൂ നമുക്ക് കിട്ടുന്നില്ല. നമ്മളൊരു പ്രൊഫഷണൽ വ്ളോഗറൊന്നും ആയിട്ടില്ല. ഇതിന്ന് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന പോലും നമുക്കറിയില്ല.
പക്ഷെ അന്ന് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത ആളെന്ന് പറയുന്നത് എൻ്റെ വൈഫാണ്, ഡോക്ടർ ഷഹാന. നേരത്തെ ഗേൾഫ്രണ്ടിനെ പറഞ്ഞുകൊണ്ട് വൈഫിനെ മനഃപൂർവ്വം പറഞ്ഞൊന്നുമല്ല, ഉള്ളത് തന്നെയാണ്. അപ്പോൾ ആള് സപ്പോർട്ട് ചെയ്തതാണ് വലിയൊരു ഫാക്ടർ. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മളെന്താണെന്ന് മനസ്സിലാക്കി കൂടെ കട്ടക്ക് നിന്ന്, അതിപ്പോൾ ഫിനാൻഷ്യലി മാത്രമല്ല, എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരാനും എല്ലാം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ നമ്മുടെ ലൈഫിൽ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും. പിന്നീട് പാരൻസ് പിന്നീട് മാറിയിട്ടോ. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തിറങ്ങുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് വീഡിയോസ്, ഈ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ട് ഇച്ചിരി റീച്ചൊക്കെ ആയി. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. ആ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ വന്നിട്ട് സബ്ജക്റ്റ് ഒരു സെൽഫി എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മീഡിയാസൊക്കെ നമ്മൾ കുറച്ച് ഫീച്ചർ ചെയ്തു. അപ്പോൾ അവർക്കും കൊള്ളാമല്ലോ. അപ്പോൾ അവരുടെ ഒരു സംഭവം അതോടുകൂടിയിട്ട് അവരുടേത് മാറി. പിന്നെ ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര പ്രൗഡായിട്ട് അവരുടെ ഫ്രണ്ട്സിനോടും പണ്ട് പഠിച്ചവരോടൊക്കെ പറയുന്നത് ഫുഡ് അണ്ടർ സാബു എൻ്റെ മോന. ആ ഒരു മാറ്റം, കാരണം നമ്മൾ പാരൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. എപ്പോഴും നമുക്കൊരു പേടിയായിരിക്കും. ബട്ട് നമ്മളൊരു ഓക്കെ റൈറ്റാ പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവർ സംഭവം ഓക്കെയാണ്. ഇതിൽ പിന്നെ നമ്മുടെ അപ്പോഴേക്കും കോവിഡ് വന്നു. കോവിഡ് കൊണ്ട് സത്യം പറഞ്ഞാൽ ഗുണം കിട്ടിയത് 2 പേർക്കാണ്, മാസ്ക് വെക്കുന്നവർക്കും പിന്നെ നമ്മളെപ്പോലുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനും. നമ്മുടെ ചാകരയായിരുന്നു. കാരണം അതുവരെ നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ പോകും, അവിടെ പോയിട്ട് അവിടുത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ 2 പേർക്കാണ് ഗുണം കിട്ടുക. ഒന്ന്, കാണുന്നവർക്ക് അവിടേക്ക് പോയി നല്ല ഭക്ഷണം കഴിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ കടക്കാർക്ക്, ഒരു ചെറിയ കടയാണെങ്കിൽ അവർക്കൊരു ബിസിനസ് ഉണ്ടാവും. ഇത് ലോക്ക്ഡൗണിൽ എല്ലാവരും ലോക്കാണ്, പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ തോന്നി എന്ത് ചെയ്യും കോണ്ടൻറ്റ്. അങ്ങനെയാണ് ഞാൻ ഫുഡ് കുക്കിംഗ് വീഡിയോസ് ചെയ്യാം. അതിനുവേണ്ടി റെഫർ ചെയ്തിട്ട് യൂട്യൂബും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുറേ ചേച്ചിമാരൊക്കെയാണ്. ഇവരുടെയൊക്കെ വീഡിയോസ് തന്നെ സവോള അറിയാൻ വേണം 2 മിനിറ്റ്. നമ്മൾ ഇത്രയും ഫുഡിനോട് പാഷനേറ്റായ എനിക്ക് പോലും ഈ വീഡിയോസൊന്നും കാണാൻ ഉള്ള ക്ഷമയില്ല. അപ്പോൾ തോന്നി എന്തുകൊണ്ട് നമുക്ക് ഷോർട്ടായിട്ടുള്ളൊരു റെസിപ്പി കോണ്ടൻറ്റ് കൊടുത്തുകൂടാന്ന് തോന്നി. എപ്പോഴും നമ്മുടെ ഈ സോഷ്യൽ മീഡിയത്തെ ഏറ്റവും വലിയ ഒരു ടാക്ടിക് എന്ന് പറയുന്നത്, എന്ത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് സംതിങ് യുണീക്കായിട്ട് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, ആളുകളത് കാണുകയുള്ളൂ. അപ്പോൾ ഒരു 1 മിനിറ്റ് റെസിപ്പി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മളാണ് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഭയങ്കര ഹ്യൂജ് അക്സെപ്റ്റൻസ് ആ കോവിഡ് ടൈമിൽ കിട്ടി. കാരണം ഒരുപാട് പേര് കുക്കിംഗ് അറിയാത്തവരൊക്കെ വീട്ടിൽ സ്റ്റക്കായിരിക്കുകയാണ്. ഒരു 1 മിനിറ്റിൽ ഒരു റെസിപ്പി കാണുന്ന സമയത്ത് ആളുകൾക്ക് തോന്നിയത് ഭയങ്കര സിമ്പിളാണല്ലോ, 1 മിനിറ്റ് കൊണ്ട് കണ്ട് തീരുകയും ചെയ്യും, റെസിപ്പി മനസ്സിലാവും. അത് മാത്രമല്ല നമ്മളൊക്കെ ചെയ്താണ്, ഇവന് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ചെയ്യാമെന്നുള്ളൊരു ലൈനാവുമല്ലോ. അത് ഭയങ്കര ഹിറ്റായി. അന്ന് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്തത് പണ്ട് എതിർത്ത എൻ്റെ പാരൻസാണ്. അന്ന് വീട്ടിൽ ഫാദറാണ് ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് തരിക, മീറ്റൊക്കെ ക്ലീൻ ചെയ്ത് തരിക, ഉമ്മയാണ് കുക്ക് ചെയ്യുക, ഞാനിരുന്ന് വീഡിയോ എടുക്കും. അങ്ങനെ വൈഫിന് ഡ്യൂട്ടി ഉണ്ട്, അപ്പോൾ ഞാനിരുന്ന് വീഡിയോ എടുക്കും. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യും. നമ്മളെ ഈ റെസിപ്പി വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് കയറി, നല്ല റീച്ചായി. അപ്പോഴാണ് ഒരു ബ്രാൻഡ് എന്നെ അപ്രോച്ച് ചെയ്തിട്ട് ചോദിച്ചു, നമ്മുടെ ഒരു ബ്രോസ്റ്റർ പൗഡറാണ്, സാബുക്കൊരു വീഡിയോ ചെയ്ത് തരാൻ പറ്റുമോ? ഓക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ആ പൗഡർ വെച്ച് ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദേ പെയ്ഡ് മീ 8,000 എന്നപ്പോൾ ഞാൻ പറഞ്ഞു സംഭവം കൊള്ളാലോ, ഇത് പൈസയും കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇത്രത്തോളം ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത് ആ ഒരു സമയത്താണ്. പിന്നീട് കൂടുതൽ വീഡിയോസ് ചെയ്തു, കൂടുതൽ ബ്രാൻഡ്സ്. ഇപ്പോൾ ഇന്ന് വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടോപ്പായിട്ടുള്ള FMCG ബ്രാൻഡ്സിന്, ഫുഡ് ബ്രാൻഡ്സിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്തു, അത് കണ്ടിട്ട് ഒരാളവിടെ പോയി, നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ഒരാളെന്ന് പറയാം, സാബു ചേട്ടാ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ബീഫ് ബിരിയാണി നിങ്ങൾ ഇട്ടിരുന്നില്ല, അവിടെ പോയി കഴിച്ചു കേട്ടോ, നല്ലതായിരുന്നു. അത് സാബു ചേട്ടൻ്റെ റെസിപ്പിയിലെ ആ ചിക്കൻ കറി അടിപൊളിയായിരുന്നു, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും വലുത്. ഞാനും എപ്പോഴും ചെയ്യാൻ നോക്കാറ്, വേറെ ആളെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഞാൻ ചെയ്യുന്നൊരു കോണ്ടൻറ്റ്, ഞാൻ ചെയ്യുന്നൊരു വീഡിയോ, അത് ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് വേറെ ആളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളൂ ഞാൻ ചിന്തിക്കാറ്. പിന്നെ ഒരു അനുഭവം പറയാം. ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ മഴക്കാലത്ത് അവിടെ ഒരു കുളമുണ്ട്, അവിടെ കുളിക്കാൻ പോയപ്പോൾ ഇവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബീഫും പൊറോട്ടയും കിട്ടുന്ന കടയുണ്ട്. ഒരു പഴയ കടയാണ്, ഒരു ഓടിട്ടൊരു കട. ഒരു കാലിന് സുഖമില്ലാത്തൊരു സയ്യിദ് എന്ന പേര്, പുള്ളി ഒരിക്കലും ആളുടെ വൈഫും കൂടിയാണ് ഈ കട നടത്തുന്നത്. ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ടേസ്റ്റുള്ള പൊറോട്ടയും ബീഫും. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു, വീഡിയോ ഒക്കെ ഇട്ടു. നമ്മൾ പിന്നെ അതിൻ്റെ കാര്യമൊക്കെ വിട്ടുപോയി. പിന്നെ ഒരു ദിവസം ഈ ഫ്രണ്ടിൻ്റെ നമ്പറിൽ നിന്ന് ഈ പുള്ളി എന്നെ വിളിച്ചു, സാബു
ഭയങ്കര ഇമോഷണലായിട്ടാണ് ആൾ സംസാരിക്കുന്നത്. ആൾ പറഞ്ഞു, ഈ ഓടിട്ട എൻ്റെ ഈ ചെറിയൊരു കടയിൽ ഈ കാല് പോലും ഇളകി കിടക്കുന്ന ഒരു ബെഞ്ചിൽ പുള്ളിക്ക് കാലിൽ സുഖമില്ലാത്ത ആൾ. പുള്ളിനെ തന്നെ പറയുന്നത് ഈ നൊണ്ടിക്കാലിൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ നാട്ടിലത്തെ ഏറ്റവും പ്രമാണിമാർ വരെ കാത്തു നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര വികാരഭരിതനായി. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിന്ന് ഏൺ ചെയ്യുന്ന പൈസനേക്കാൾ വലുത് ഇങ്ങനെ പലരുടെയും നമ്മുടെ ഒരു വീഡിയോ കാരണം ഒരാൾക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരാൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ഫേസ് ചെയ്തൊരു ചലഞ്ച് പറയുകയാണെങ്കിൽ വോയിസ് ഓവർ ആയിരുന്നു. ഇപ്പോൾ വാട്സാപ്പിലൊരു വോയിസ് അയച്ചു കഴിഞ്ഞാൽ സ്വന്തം വോയിസ് കേട്ടിട്ട് അയ്യെന്ന് പറയുന്ന അല്ലേ പലരും ഉണ്ടാവും. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. എനിക്ക് എൻ്റെ വോയിസ് കൊള്ളൂല എന്നുള്ളൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഫേസ് അങ്ങനെ കാണിക്കില്ല. നമ്മളും മോസ്റ്റ്ലി നമ്മൾ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റൂമിൽ പോയിരുന്നിട്ട് ഈ അടുത്തുള്ള നാട്ടുകാർ കേൾക്കുമോ എന്നുള്ളത് പേടിച്ചിട്ട് ജനലൊക്കെ അടച്ചിട്ട് ഫോണിങ്ങനെ പിടിച്ചിട്ട് പയ്യെ സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ജെന്യൂനായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് തരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതാണ് വലിയൊരു ഭാഗ്യം. അവർ പറഞ്ഞു, സാബുവിൻ്റെ വീഡിയോ ഫുഡിന് ഒട്ടും കൊള്ളൂല എന്ന് പറഞ്ഞു. എല്ലാവരും ഓപ്പണായിട്ട് പറഞ്ഞു. ഓൾറെഡി അടഞ്ഞ വോയിസാണ്. ഇതിൻ്റെ കൂടെ ഇച്ചിരി പയ്യൻ കൂടെ സംസാരിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു തരത്തിലും ഫുഡിന് ചേരാത്ത ഒരു സംഗതിയായി. പക്ഷേ നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ വേണ്ടി പറ്റൂലല്ലോ. ഇതിന് പരിഹാരമായിട്ട് ഞാൻ കണ്ടത്, എൻ്റെ ഒരു അപകർഷതാബോധമാണ് ഇത് നാട്ടുകാർ കേൾക്കും എന്നുള്ളത്. അത് മാറ്റി വെച്ചിട്ട് ഞാൻ നേരെ പറമ്പിലോട്ട് പുറത്തിറങ്ങിയിട്ട് വളരെ ഓപ്പണായിട്ട് ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തത്. പിന്നീട് ആളുകൾ എന്നോട് പറയുന്നത്, സബ്ജക്റ്റിൻ്റെ വോയിസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഇപ്പോൾ കുറച്ച് അടഞ്ഞിരിക്കുകയാണ്, ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് നമ്മൾ കാണുന്നത് തന്നെ വോയിസ് ഓവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പലരും എന്നെ ഫേസ് കണ്ട് റെക്കഗ്നൈസ് ചെയ്യാണ്ട് വോയിസ് കേട്ടിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ആളുകൾ അത് റെക്കഗ്നൈസ് ചെയ്ത് വരാൻ തുടങ്ങി. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ 100% ചെയ്യുക. നമ്മൾ തളർത്താനും കുറ്റപ്പെടുത്താനായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുക. നമ്മളതിൽ തളരാൻ പാടില്ല. നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ പരിഹരിക്കുക. നമ്മുടെ നെഗറ്റീവ്സിനെ നമ്മൾ പോസിറ്റീവാക്കി തന്നെ മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളും ഞാൻ അതെൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച ഒരാളുകളാണ്. ഈ കയ്യിൽ എണ്ണാവുന്നതിലധികം സപ്ലൈ ഉണ്ടാകുന്ന ഒരാളാണ് ഞാൻ എൻജിനീയറിംഗ് ജോയിൻ ചെയ്തിട്ട്. ഇതാരും നെഗറ്റീവ് മോട്ടിവേഷൻ തരില്ല. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ എൻജിനീയറിംഗ് പഠിച്ച് ജോലി ചെയ്യുന്ന ഒരാൾ വാങ്ങിക്കുന്നേക്കാൾ കൂടുതൽ സാലറിയിൽ ഞാൻ ഒരൊറ്റ വീഡിയോക്ക് ഒരു ദിവസം ചെയ്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് മണി കാൺ ബൈ യു ഹാപ്പിനെസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. നമുക്ക് പൈസ വേണം. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക്, കാര്യങ്ങൾക്ക് നമ്മൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ അതിൻ്റെ കൂടെ സന്തോഷം ഉണ്ടാവും. ബട്ട് ഓൺലി മണി കാൺ ബൈ യു ഹാപ്പിനെസ്. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഈ പൈസയ്ക്ക് വേണ്ടി മാത്രം ആകരുത്. എപ്പോഴും നമ്മുടെ പാഷൻ എന്താണോ നമ്മൾ ആ പാഷനെ ഫോളോ ചെയ്യുക. ഈ പാഷനെ ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ വി വോണ്ട് ഫീൽ ലൈക്ക് വർക്കിംഗ്. അത് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ഓരോ മൊമെൻറ്റും ശരിക്കും നമ്മൾ ജീവിക്കുകയാണ്, എൻജോയ് ചെയ്യാണ്. താങ്ക് യു, ബെസ്റ്റ് വിഷസ്, ബൈ ഫ്രം ഫുഡ് അണ്ടർ സാബു.